ഇ.പി. ജയരാജന്റെ ആത്മകഥയുടെ ആദ്യ ഭാഗം ഉടൻ പാർട്ടിയുടെ അനുവാദം വാങ്ങി പ്രസിദ്ധീകരിക്കുമെന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞു. പ്രസാധകരെ തീരുമാനിച്ചിട്ടില്ല. പുറത്തുവന്ന ഭാഗങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആത്മകഥയുമായി ബന്ധമുള്ളതല്ല. അന്വേഷണ സംഘം പിന്നീട് മൊഴി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ആത്മകഥയുടെ പേര് നിശ്ചയിച്ചിട്ടില്ലെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. ഞാനിപ്പോഴത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഈ ഡിസംബർ മാസത്തോടുകൂടി ഡിസംബർ വരെയുള്ള അധ്യായം പൂർത്തിയാകും. പിന്നെ അതിന് ശേഷമുള്ള ഡിസംബറിന് ശേഷമുള്ള ജീവചരിത്രം അതിന് ശേഷമുണ്ട്. അതിന് നടപടിക്രമം അനുസരിച്ച് ഒരു പുസ്തകമായി അതിൻ്റെ രൂപത്തിലാക്കിയതിനു ശേഷം പാർട്ടിയുടെ അനുവാദം വേണം. അതിനുവേണ്ടി പാർട്ടിയുടെ അനുവാദം ചോദിക്കും. അതിനുശേഷം അതിന് മറ്റു നടപടികളെ കുറിച്ച് അറിയിക്കും. അതും ഞാനായിട്ടൊരു ബന്ധവുമില്ല. അതിലുള്ള ഒന്നും എൻ്റെ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കും. വീണ്ടും ജയരാജന്റെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിട്ടില്ല. പേരൊന്നും നിശ്ചയിച്ചില്ല. ഇല്ല. അതൊക്കെ അതിൻ്റെ ഭാഗമായി പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാകും. അതൊക്കെ ആലോചിച്ച് ചെയ്യും. അർജുൻ കല്യാട് നൽകും കൂടുതൽ വിവരങ്ങൾ. അർജുൻ കല്യാട്, ഇ.പിയുടെ ആത്മകഥ വരുന്നുവെന്ന് അർജുനോട് കൃത്യമായി പറയുന്നു. കട്ടൻ ചായയും പരിപ്പുവടയും മാറി മറ്റൊരു പേരിൽ വരുന്ന ആത്മകഥയിൽ ഇപ്പോൾ പുറത്തുവന്ന PDF-ലെ ഒരു പാരഗ്രാഫെങ്കിലും ഉണ്ടെങ്കിൽ അത് വീണ്ടും അതുതന്നെയല്ലേ എന്ന ചോദ്യം ഉയരും. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി എല്ലാം പരിശോധിച്ചതിന് ശേഷമായിരിക്കുമല്ലോ അല്ലേ ആദ്യ ഭാഗം വരിക? ഇന്നലെ കോഫി വിത്ത് അരുണിൽ ഇ.പി. ജയരാജൻ സംസാരിക്കുന്ന വേളയിലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇ.പി. ജയരാജൻ പറഞ്ഞിരുന്നു. അതായത് തൻ്റെ ആത്മകഥയുടെ ആദ്യ ഭാഗം ഈ ഡിസംബറിൽ തന്നെ പൂർത്തിയാകും. അതിൻ്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പാർട്ടിയുടെ അനുമതി വാങ്ങി ഈ പുസ്തകം പ്രസിദ്ധീകരിക്കും എന്നുള്ള കാര്യമാണ് ഇ.പി. ജയരാജൻ ഇന്നും ആവർത്തിക്കുന്നത്. നേരത്തെ വന്ന പുസ്തകങ്ങളുടെ ഭാഗം അല്ലെങ്കിൽ അതുമായി പുറത്തു വന്നിട്ടുള്ള 178 പേജുള്ള പുസ്തകങ്ങളിൽ ഏതെങ്കിലും ഭാഗങ്ങൾ ഇതിനകത്തുണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇ.പി. ജയരാജൻ പറഞ്ഞിരിക്കുന്നത് അതുമായി അല്ലെങ്കിൽ താനുമായി ഒരു തരത്തിലുള്ള ബന്ധവും ആ പുറത്തു വന്ന PDF-നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ആത്മകഥ താൻ പ്രസിദ്ധീകരിക്കും എന്നുള്ള കാര്യമാണ് ഇ.പി. ജയരാജൻ പറയുന്നത്. നേരത്തെ പുറത്തു വന്ന ആത്മകഥയുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ള കാര്യം ഇ.പി. ജയരാജൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ആ പേര് കട്ടൻ ചായയും പരിപ്പുവടയും എന്നുള്ള ആ പുസ്തകം, ആ പേര് തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. എന്നാൽ അത് തന്നെ പരിഹസിക്കുന്ന പേരാണ് എന്നുള്ളതായിരുന്നു ഇ.പി. ജയരാജൻ്റെ നേരത്തെ തന്നെയുള്ള പ്രതികരണം. ഇപ്പോഴും ആ കാര്യം തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. കട്ടൻ ചായയും പരിപ്പുവടയും എന്നുള്ള തന്നെ പരിഹസിക്കുന്ന പേരായിരിക്കില്ല താൻ പുതുതായി ഇറക്കുന്ന അല്ലെങ്കിൽ പുതിയ തൻ്റെ ആത്മകഥയിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി ഇ.പി. ജയരാജൻ വ്യക്തമാക്കുന്നുണ്ട്. വിവാദങ്ങൾ, അതായത് ഈ വിവാദം, ഈ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ആത്മകഥയിൽ ഉണ്ടാവുമോ എന്നുള്ള ചോദ്യത്തിന് തൻ്റെ ആദ്യ ഭാഗത്തെ ഈ ആത്മകഥയിൽ അത്തരം കാര്യങ്ങളൊന്നുമില്ല, താനുമായി ബന്ധപ്പെടുന്ന മറ്റു കാര്യങ്ങൾ മാത്രമായിരിക്കും ആ ഒരു ഇറങ്ങാൻ വേണ്ടി പോകുന്ന ആത്മകഥയിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതിനനുസരിച്ച് രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും ഒക്കെ ഉണ്ടാവാം. എന്തായാലും ആദ്യ ഭാഗം പ്രസിദ്ധീകരിക്കട്ടെ എന്നുള്ള സ്വതസിദ്ധമായ ശൈലിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇ.പി. ജയരാജൻ്റെ ഇറങ്ങാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ ഇ.പി. ജയരാജൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ ആത്മകഥ ഡിസംബറിൽ തന്നെ പ്രസിദ്ധീകരിക്കും. ഇതുപോലെ ഇ.പി. ജയരാജന്റെ ശരിക്കുമുള്ള ആത്മകഥ പുറത്തു വരുന്നു. പ്രസാധകർ ആര് എന്നത് തീരുമാനിച്ചിട്ടില്ല. ഇക്കാര്യം ഇ.പി. ആദ്യമായി പറഞ്ഞത് റിപ്പോർട്ടറിനോടാണ്. ഇന്നലെ കോഫി വിത്ത് അരുൺ പരിപാടിയിൽ ഇ.പി. ജയരാജൻ ആത്മകഥയെക്കുറിച്ച് പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് കേൾക്കാം. ഇത്രയും തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരു കൂട്ടർക്ക് തന്നെ എത്ര വലിയ ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്? അങ്ങനെയുള്ളൊരു കൂട്ടർക്ക് തന്നെ ഞാൻ വീണ്ടും അത് പ്രസിദ്ധീകരിക്കാൻ കൊടുക്കും എന്ന് ആരെങ്കിലും കരുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനൊരു ഫോട്ടോ വന്നതിലൊന്നും ഞാൻ അത്ഭുതപ്പെടുന്നില്ല. കാരണം അതിങ്ങനെ പല വേട്ടയാടലുകളും ഉണ്ടാകും, പലതരത്തിലുള്ള വാർത്തകൾ കൊടുക്കും. അതിലൊന്നും എനിക്കൊരു പരാതിയുമില്ല. ഞാനൊരു ശരിയായ രാഷ്ട്രീയ നിരീക്ഷണം തന്നെയാണ് നടത്തിയത്. ഇനി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ല. ഈ ഡിസംബർ മാസത്തോടുകൂടി അതിൻ്റെ ഒരു ഭാഗം പൂർത്തീകരിച്ച് ഞാൻ ഡിസംബറോടുകൂടി എൻ്റെ ഈ ആത്മകഥയുടെ ഒന്നാം ഭാഗം പ്രദർശനത്തിൽ അത് പബ്ലിഷ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കും.